ഇന്ത്യയുടെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പ്യൂരി ഇന്ത്യക്ക് സന്തോഷിക്കാവുന്ന ഒരു വലിയ നിധി കഴിഞ്ഞ ദിവസം ആൻഡമാനിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ആൻഡമാൻ സമുദ്രത്തിൽ 1,84,440 കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ക്രൂഡ് ഓയിൽ ഇറക്കുമതി കൂടുതലായി ആശ്രയിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇന്ത്യക്ക് അതുകൊണ്ട് തന്നെ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. ഈ ക്രൂഡ് ഓയിൽ ശേഖരം ഇനി ഇന്ത്യൻ എക്കണോമിക്ക് വൻ ബൂസ്റ്റാണ് തരാൻ പോകുന്നത്. രാജ്യത്തിൻ്റെ എക്കണോമി $3.7 ട്രില്യൺ കിടക്കുന്ന ഇന്ത്യ $20 ട്രില്യൺ കുതിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ നിക്ഷേപം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ത്യ ക്രൂഡ് ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്നത് വിദേശ രാജ്യങ്ങളായ റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തു പോരുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള കടലിടുക്ക് ഹോർമൂസ് കടലിടുക്ക് എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇനി ഹോർമൂസ് കടലിടുക്ക് ഏതെങ്കിലും തരത്തിൽ ബ്ലോക്ക് ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷം, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇന്ത്യക്ക് സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ കിട്ടാതെ വരികയും രാജ്യത്ത് സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യും. അത്തരം സംഘർഷം ഉണ്ടായാലും അത് നമ്മുടെ ഇന്ത്യയെ ബാധിക്കാതിരിക്കാനാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ സാവധാനം എടുക്കാൻ തീരുമാനിച്ചത്. റഷ്യയിൽ നിന്ന് ഓയിൽ എടുക്കണമെങ്കിൽ ഇന്ത്യക്ക് ചിലവ് മിഡിൽ ഈസ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വളരെ കൂടുതലാണ്. ആദ്യമൊക്കെ റഷ്യയിൽ നിന്ന് ഇന്ത്യക്ക് ഡിസ്കൗണ്ട് കിട്ടിയിരുന്നു, എന്നാൽ ഇപ്പോൾ അത് ലഭ്യമല്ല. വേറെ ബദൽ മാർഗം നോക്കാനാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് അത് പച്ചപിടിച്ച് വരുന്നതേയുള്ളൂ. അതിനിടയിൽ ചൈന റയർ എർത്ത് എലമെന്റ്സിൽ സാങ്ഷനും ഏർപ്പെടുത്തി. ഇങ്ങനെ വാലുമുറിഞ്ഞിരിക്കുമ്പോഴാണ് ജാക്ക്പോട്ടിന് സമാനമായ ആൻഡമാനിലെ ഗയാനയിൽ $16.6 ബില്യൺ ഓയിൽ റിസർവ് കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ ആവശ്യത്തിനായി ക്രൂഡ് ഓയിലിന്റെ 80% പുറത്തു നിന്നാണ് വരുത്തിയിരുന്നത്. ആൻഡമാൻ ക്രൂഡ് ഓയിൽ ഡിസ്കവറി കൊണ്ട് ഇന്ത്യ വിദേശ രാജ്യങ്ങളെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിൽ ആശ്രയം കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ കിട്ടുന്നത് വഴി സൗത്ത് ഏഷ്യയിൽ ഇന്ത്യക്ക് കുറെ കൂടി പവർ കിട്ടുന്നതാണ്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ വളർച്ച ഓയിലിനെ ആശ്രയിച്ചായിരുന്നു. പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന വരുമാനം എണ്ണയുമായി സംബന്ധിച്ചതാണെങ്കിലും പിന്നീട് UAE അടക്കം രാജ്യങ്ങൾ ഓയിലിനെ മാത്രം ആശ്രയിക്കാതെ മറ്റ് സാമ്പത്തിക മേഖലകളായ കൺസ്ട്രക്ഷൻ, ടൂറിസം, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിലേക്കും പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ സാമ്പത്തിക മേഖല വളർത്താൻ സാധിച്ചു എന്നതാണ് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചുള്ള അവരുടെ വിജയത്തിന് പിന്നിലുള്ള രഹസ്യം. ഗൾഫ് രാജ്യങ്ങൾ ഭീമമായ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളാണ്. സൗത്ത് ഏഷ്യയിലെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇവിടുത്തെ നിത്യജീവിതത്തിലെ സാധനങ്ങളുടെ വില ഗൾഫ് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇന്ത്യക്ക് സൗദി, UAE, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുമായി നല്ല നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ 80% ക്രൂഡ് ഓയിലിന്റെ ആവശ്യം നിറവേറ്റണമെങ്കിൽ ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ കനിഞ്ഞേ മതിയാവൂ. ഹോർമൂസ് സ്ട്രെയിറ്റിലൂടെ കടന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന കാര്യത്തിലും ഇന്ത്യക്ക് റഷ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഭേദകരമായ വിധത്തിൽ എണ്ണ വാങ്ങാൻ സാധിക്കുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം, റഷ്യ എന്ന രാജ്യമില്ലെങ്കിൽ ഇന്ത്യ എണ്ണ ഷോർട്ടേജ് വലിയ രീതിയിൽ ഇന്ത്യക്ക് അനുഭവപ്പെട്ടേനെ. തൊട്ടുകിടക്കുന്ന രാജ്യമാണ് ചൈന. ചൈനയുമായി നല്ല സുഖത്തിലല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ സാധ്യമല്ല. പിന്നെ പാകിസ്ഥാനുമായുള്ള സംഘർഷം കരമാർഗം ഇറാൻ ഇറാഖിലേക്ക് പോകുന്നതിന് തടസ്സം നേരിടുന്നു. ആൻഡമാനിലെ ഗുയാനയിലെ ഈ ക്രൂഡ് ഓയിൽ റിസർവ് ഡിസ്കവറി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മുടെ എക്കണോമി ബൂസ്റ്റർ ആയിരിക്കും എന്നതിന് ഒരു സംശയവുമില്ല. ലോക സാമ്പത്തിക ശക്തിയായി ഇന്ത്യ 4ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് മുന്നേറാനുള്ള ഇന്ത്യയുടെ ബൂസ്റ്റർ ജെറ്റായിരിക്കും ആൻഡമാനിലെ ഗുയാന ക്രൂഡ് ഓയിൽ ശേഖരം. ഏഷ്യയിൽ ആണവശക്തിയുള്ള രാജ്യങ്ങളാണ് ചൈന, പാകിസ്ഥാൻ, നോർത്ത് കൊറിയ, ഇന്ത്യ. ഇന്ത്യക്ക് ക്രൂഡ് ഓയിൽ ശേഖരം മാർക്കറ്റിൽ എത്തുന്നതോടെ ഇന്ത്യക്ക് സൗത്ത് ഏഷ്യയിലും ഏഷ്യയിലും നയതന്ത്രപ്രധാനമായ സ്ഥാനം ഇന്ത്യക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്നതാണ്. ചൈനയുടെ 2025 എക്കണോമി എന്നത് 19 ട്രില്യനാണ്. അമേരിക്കയുടെ എക്കണോമി കഴിഞ്ഞാൽ ചൈനയുടെയാണ് ഏറ്റവും വലിയ എക്കണോമി. 4.7 ട്രില്യനാണ് ജർമ്മനിയുടേത്. തൊട്ട് താഴെ ഇന്ത്യയുടേതായിട്ട് 4.2 ട്രില്യൺ. ആൻഡമാനിലെ ക്രൂഡ് ഓയിൽ വഴി നേടാൻ പോകുന്നത് $20 ട്രില്യൺ GDP-യിലേക്കായിരിക്കും. അതായത് ആഗോള സാമ്പത്തിക ശക്തിയായി 2ാം സ്ഥാനത്ത് നിലയുറപ്പിച്ച് നിൽക്കുന്ന ചൈനയെ നിസ്സാരമായി പിന്നോട്ട് വലിക്കാൻ ഇന്ത്യക്ക് ഇനി സാധിച്ചേക്കും.